സബ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് റോബ്ലോക്സ് ആയിട്ട് കളിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ റോബ്ലോക്സ് ജിം സ്റ്റാർ സിമുലേറ്ററിൻ്റെ കളിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോ ആയിട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഗോഡ് സിമുലേറ്ററാണ് കേട്ടോ. അത് ഗൈസ് ഗെയിമിന് എന്തോ ബഗ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഔട്ട്രോ പറയാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഗോഡ് സിമുലേറ്ററിൻ്റെ പാർട്ട് 6 ആണ് ഇപ്പോൾ ചെയ്തത്. പാർട്ട് 7 ഞാൻ അടുത്ത ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതെനിക്ക് ആ ഗെയിം ഞാൻ ഫോണിൽ കളിക്കണോണ്ടേ എനിക്ക് അധികം ഇത് കിട്ടണില്ല. അതിന് നെറ്റ് അധികം കിട്ടണില്ല. അപ്പോൾ ബഗ്ഗാവണം. അതാണ് ഗൈസ് ഈ ഗെയിം ബാക്കോട്ട് പോയതാണ്. എനിക്ക് ഔട്ട്രോ പറയാൻ പറ്റാതെ. അതിന് മുമ്പ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് എനിക്ക് ഔട്ട്രോ പറയാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ ചെയ്ത വീഡിയോക്ക് ഔട്ട്രോ പറയാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളോട് ആ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഇത് ക്രിസ്മസ് അപ്ഡേറ്റ് ഒക്കെ വന്നു. ഓക്കെ, കണ്ടോ സാൻഡൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇതിൻ്റെ തുടക്കം മുതൽ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചതാണ്. ഈ ഗെയിം കളിക്കാൻ തുടങ്ങി ഞാൻ ഈ വർഷമാണ് ആദ്യമായിട്ട്. ഫെബ്രുവരിയിലാണ് ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ ചെയ്യണമെന്നുള്ള ഐഡിയ വന്നത് ഒക്ടോബറിലാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ തുടക്കം മുതലത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് വലിയ കാര്യമില്ല ഗൈസ്. നമ്മുടെ ഇതിനേക്കാൾ റയറാണ് പെറ്റുകളുണ്ട്. ഇതിന് മുമ്പിലൊക്കെ കൈ എത്തി നോക്കുക ഗൈസ്. $550 മില്യൺ പെറ്റാണ് ഗൈസ്. ഡോളറല്ല, 550 മില്യൺ തരും നോക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ലെവല് ഇപ്പോൾ ഒബ്സിഡിയൻ എന്ന് പറഞ്ഞൊരു റാങ്കാണ് ഉള്ളത്. ഓക്കെ, ഉണ്ടോ ഇത് കഴിഞ്ഞ് ഡയമണ്ട് കിങ് ആണ്. നമ്മുടെ ചെസ്റ്റ് ആപ്സ് ബാക്ക് ആംസ് ഒക്കെ ഫിനിഷായി. നമുക്കിനി 140 ബില്യണോട് കൂടി നമുക്ക് സ്റ്റാമിന കൂടി ഇൻക്രീസ് ചെയ്യണം. സ്റ്റാമിന ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ത്രെഡ്മിൽ ലോഡ് ചെയ്യാൻ മതി. ഓക്കെ, ഡ്രൈവ് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ എത്തീനെ കിട്ടിയത് നമുക്ക് ആദ്യം കിട്ടിയത് ബിഗ് ടർക്കിയാണ്. അതിന് ശേഷം നമുക്ക് രണ്ടാമത് കൂടി കിട്ടി. ആദ്യം കിട്ടിയതെന്ന് വെച്ചാൽ ട്രെയിൻ എനി മസിൽസ് 9000 ടൈംസ്. അത് ഞാൻ രാത്രി മുഴുവൻ അതിരുന്ന് ചെയ്തു. രാത്രിയായിട്ട് ഇങ്ങനെ കുറേ ഇന്ന് ചെയ്ത് 9000 ടൈംസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഞാൻ ആ ബിഗ് ടർക്കീനെ ഗെയിൻ ചെയ്തത്. അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നൈറ്റ് വീണ്ടും ആ ടാസ്ക് വന്നു. പക്ഷെ അതിൽ വിൻ ദ കോമ്പറ്റീഷൻ 100 ടൈംസ് ആയിരുന്നു ഗൈസ്. 100 ടൈംസ് ആ കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ടാണ് അന്ന് ഞാൻ രണ്ടാമത്തെ ബിഗ് ടർക്കിനെ ഞാൻ ഗെയിം ചെയ്തത്. പിന്നെ ഇന്നലെ നൈറ്റ് ഞാൻ ഈ ഗെയിം കളിക്കാൻ എടുത്തപ്പോഴാണ് ഈ ക്രിസ്മസ് അപ്ഡേറ്റിൻ്റെ സംഭവം ഞാൻ കണ്ടത് ഗൈസ്. സൈഡിൽ മഞ്ഞ് വീണ് കിടക്കുന്നത് ആ ഗിഫ്റ്റ് ബോക്സ് ക്രിസ്മസ് ട്രീ ഒക്കെ ഞാൻ ഇന്നലെ രാത്രിയാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ നിങ്ങൾക്ക് പെറ്റ് ക്വസ്റ്റ്യൻ കാണാൻ പറ്റില്ല. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആണ് ആ ടാസ്കിൻ്റെ സംഭവം വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വല്ല ഇത് കുറഞ്ഞ പറ്റിയിരിക്കുന്നു ഗൈസ്. ഈ എത്തി എന്ന് പറഞ്ഞാൽ മഞ്ഞിൽ ജീവിക്കണ സാധനം, ഹിമാലയത്തിലുള്ള സാധനം ഈ എത്തി എന്നാണ് സാധനം. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല നിലവാരം കുറഞ്ഞായിരിക്കുന്നു. നമ്മുടെ ബിഗ് ടർക്കി 16 മില്യൻ്റെ ആണ്. അപ്പോൾ അതിനേക്കാളും താഴെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ 100K അടക്കം വലുതായിരിക്കും ഞാൻ വിചാരിച്ച്. എടുത്ത് നോക്കിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത് 550 മില്യൻ്റെ 550 മില്യൻ്റെ സാധനം കഴിച്ചത്. അത് നമ്മൾ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ടിരുന്ന്. ആദ്യം നമ്മളൊരു 8 മണിക്കാണ് നമ്മളിത് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇത് ഏകദേശം ഒരു 2000-3000 ടൈംസ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അതിന് ശേഷം ഞാൻ രാത്രി 10 മണിക്ക് ഞാൻ വീണ്ടും അതിനുശേഷം ഞാൻ ഓഫ് ചെയ്തിട്ട് 8 മണി to 9 മണി വരെ 8 to 8 ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അത്ര ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ 10 മണിക്ക് ഇത് ഓണാക്കി വെച്ച്. ഓക്കെ, അതിനുശേഷം ഞാൻ ഉറങ്ങി. പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ എണീച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, 2 മണിക്ക്. അതിന് ശേഷം ഞാനത് ഒന്നും കൂടി ഓണാക്കി വെച്ചു. ഓക്കെ, അതിന് ശേഷം ഞാൻ നോക്കണത്
ഒരു 5:10 വരെയാണ്, 5:30, 5:15, 5:45, 5:30 ആയപ്പോഴാണ് ഞാൻ വീണ്ടും നോക്കണത്. അപ്പോൾ ഒരു 4700 സംതിങ് കംപ്ലീറ്റ് കിടക്കായിരുന്നു. ആഡ് കണ്ടാൽ നമുക്ക് കുറച്ചും കൂടി സ്റ്റാമിന കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ 4700 സംതിങ് കിടക്കായിരുന്നു. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഓണാക്കി വെച്ചു. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും കിടന്നുറങ്ങി. ഓക്കെ, ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ, ബട്ട് ഞാൻ പോയില്ല. ഓക്കെ, ഇത് ഇന്നലെ എല്ലാവർക്കും അവധിയാണല്ലോ ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ കുറേ പേര് നമ്മുടെ തൃശ്ശൂർക്കാരുണ്ടാവും, എറണാകുളംകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ തൃശ്ശൂരിൽ ഇന്നലെയാണ് ഗൈസ് നമുക്ക് ഇലക്ഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക്. ഓക്കെ, ഹോളിഡേ ആയിരുന്നു. അപ്പോൾ നാളെ സെക്കൻഡ് സാറ്റർഡേ, നാളെ എല്ലാവർക്കും ഹോളിഡേ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് വെറുതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലീവ് എടുത്തത്. ഓക്കെ, സോ അതിനുശേഷം ഞാൻ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ 6000 അല്ലേ, 8000 സംതിങ് കിടക്കണുണ്ട്. അങ്ങനെയാണ് ഞാൻ അത്രയ്ക്കും രാത്രി മുഴുവൻ ഇരുന്ന് ചെയ്തിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയത് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് പെറ്റ് ക്വസ്റ്റ് കാണാൻ പറ്റും. ഓൺലൈൻ 60 minutes കളിക്കണം, ട്രെയിൻ ലെഗ്സ് 1000 times. അതേപോലെ അതേപോലത്തെ പെറ്റ് ക്വസ്റ്റിന് തൊട്ട് താഴെയായിട്ട് ആണ് ഈ സംഭവം കിടന്നത്, ഈ ഇത്. ഓക്കെ, നമ്മൾ സ്റ്റാമിന ട്രെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ വേറൊരു സാധനം കൂടി പോകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ എക്സ് മാർക്കിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് 12283 സംതിങ് കാണാൻ പറ്റും. പ്രോട്ടീൻ കുക്കിയാണ് കേട്ടോ. ഗിഫ്റ്റ് ചെയ്യാൻ ഗൈസ്, നമ്മുടെ റോബക്സ് ഇല്ല, അതുകൊണ്ട് നമുക്കിത് എടുക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, പെൻഗിൻ നോക്കുക 150 ബില്യൺ ആണ് ഗൈസ്. ഈ ബ്ലൂവിൽ 9 മില്യൺ ആണ്. പിന്നെ പോളാർ ബെയർ, പട്ടി, എന്തോ ഒരു സാധനം എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്. ഗൈസ്, താഴത്തെ നോക്കുക നിങ്ങൾ, സാൻഡാഡ് എന്തോ ആണ്. തൊപ്പി 200 മില്യൺ, ഡിയർ 700 മില്യൺ, സ്നോമാൻ 5 ബില്യൺ, സോക്സ് 145 ബില്യൺ, സാൻഡയുടെ ചെറിയൊരു പെറ്റ് 345 ബില്യൺ. ആ ഗിഫ്റ്റ് ബോക്സ് നോക്കുക ഗൈസ്, 5 ട്രില്യൺ ആണ് അതിൻ്റെ. സെക്കൻഡിൽ 5 ട്രില്യൺ തരും. 399 റോബക്സ് ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ ഗൈസ്, നമ്മുടെ റോബക്സ് ഇല്ല. സി ഗൈസ്, യു നീഡ് മോർ റോബക്സ്, കറണ്ട് ബാലൻസ് 0. നമ്മുടെ റോബക്സ് ഇല്ല ഗൈസ്. ഈ റോബക്സ് എങ്ങനെ എടുക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഊഡിഡിൻ്റെയൊക്കെ ഉണ്ട് 3.1 ബില്യൺ ആണ് കേട്ടത്. പിന്നെ അംബാബാബ്ലു എന്തോ സംഭവമാണ്, അത് ബ്രെയിൻ റോട്ടാണ് കേട്ടോ. ഈ രണ്ടും ഊഡിഡിൻ്റെയും. പിന്നെ മോള് അംബാലബു എന്തോ ആണ്, എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്താവണം. അതിന് 600 മില്യൺ. പെഗാസൂസ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്, 5 ബില്യൺ. സ്പീഡോമീറ്റർ, നമ്മുടെ വണ്ടിയുടെ കാറിലൊക്കെ കാണാൻ പറ്റും ഗൈസ്. നമ്മുടെ സ്പീഡോമീറ്റർ 9 ബില്യൺ ആണ് ഗൈസ് അതിൻ്റെ വില. 23.5 ബില്യൺ ആണ് ഗൈസ്. സൈക്ലോപ്സ് സെർബറസ് 100 ബില്യൺ ഗൈസ്. ഞാൻ ഈ ഗെയിമിന് ചെയ്ത വലിയൊരു മണ്ടത്തരാണ് ഗൈസ്. ഈ ഒളിമ്പിയ ബെൽറ്റ് ആദ്യമായിട്ടെങ്കിൽ ബിഗ് ടർക്കിന് കിട്ടുമ്പോൾ ഈ ഒളിമ്പിയ ബെൽറ്റിൻ്റെ കൂടെ കിട്ടിയിരുന്നു. ഓക്കെ, ഞാൻ എന്ത് ചെയ്ത്, നമ്മുടെ ഒരു വാൾമാർട്ട് ബെൽറ്റ് അങ്ങനെ സാധനം ഉണ്ട് കേട്ടോ. അത് ഉണ്ടെങ്കിൽ നമുക്ക് മസിൽ ഗ്രോത്ത് ഇരട്ടിയിട്ട് കിട്ടും. ഞാൻ എന്ത് ചെയ്ത്, അതിനേക്കാളും താഴെയുള്ളതാണ് ഈ സാധനം വെച്ചിട്ട് ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളി ഗൈസ്. ഞാൻ ഒന്നും മണ്ടത്തരം കാണിച്ചത്. അതിന് ശേഷം ഞാൻ ബെൽറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത്, വാൾമാർട്ട് ബെൽറ്റ് സാധനം മസിൽ ഗ്രോത്ത് കൂട്ടാനും ഇത് സ്റ്റാമിന കൂട്ടാനുള്ളതാണെന്ന്. ഞാൻ വലിയൊരു മണ്ടത്തരാണ് ഗൈസ് കാണിച്ചത്, വലിയൊരു മണ്ടത്തരം. ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല ഗൈസ്. അത്
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റില്ല ലൗച്ചി നമ്പത്തെ സംഭവം, പിന്നെ X1.6. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു X3 എന്ന്. ഓക്കെ, X3 എന്ന് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടിപ്പത്തേടിൽ മസിൽ പിടിച്ച് നിൽക്കണ പോലെ ഒരു സംഭവം കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ക്യാരക്ടറിന് തൊട്ട് താഴായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു സാധനം ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കണ പോലെ ഒരിത് വാൾമാർട്ട് ബെൽറ്റ്. ഓക്കെ, ഈ ഒളിമ്പിയ ബെൽറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇനി വേണം 400 റോബക്സ് കൊടുക്കണം. ഓക്കെ, അതിൻ്റെ സൈഡിൽ ഒരു ഹാർട്ടിൻ്റെ സിമ്പിളും X1.6. ഓക്കെ, ഞാൻ വലിയൊരു മണ്ടത്തരാണ് കേസ് കാണിച്ചത്. ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്തളഞ്ഞ്. ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഐ ഹാവ് എവർ ഡൺ. ഇനി ഈ ഗെയിമിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരാണ് കേസ് അത്. കേസ് നമുക്ക് കോമ്പറ്റീഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് കോമ്പറ്റീഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, കഴിഞ്ഞ ഈ ക്രാക്ക് എന്ന സാധനമാണ് ഡയമൺ കിങ്, നമ്മുടെ അടുത്ത ലെവൽ. നമുക്ക് കഴിഞ്ഞ പൊസൈഡനെ നമുക്ക് വെട്ടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. 1.2p ആണിപ്പോൾ. പൊസൈഡെന്ന് ഞാൻ വേറെ എവിടെയോ ഇതിൽ കേട്ടിട്ടുണ്ട്. ഓക്കെ, പൊസൈഡ് എന്ന് പറഞ്ഞൊരു ആ വാക്ക്, ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇത് ഓഷൻ ജിമ്മാട്ടോ, നമുക്ക് കുറേ ജിമ്മ് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. പൊസൈഡ് എന്ന് പറഞ്ഞ ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്നൊരു ഓർമ്മ. അത് വേറൊരു ഗെയിമിലാട്ടോ, ഈ ഗെയിമിലല്ല, വേറൊരു ഗെയിമിലാണ്. ഗൈസ്, നമുക്കാണ് ഏറ്റവും കൂടുതൽ സ്കോർ. യെസ്, നമ്മൾ വിന്നറായിരിക്കും ഗൈസ്, വിന്നറായിരിക്കുന്നു ഗൈസ്, നമ്മൾ വിന്നർ. കഴിഞ്ഞ പൊസൈഡിൽ നിന്ന പൊസിഷനിൽ നമ്മൾ നിന്നത് സിൽവറിൽ. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ. അപ്പോൾ നമ്മൾ പൊസൈഡിനെ വെട്ടിച്ച് 2.1p ആട്ടോ നമുക്ക് കിട്ടുന്ന റിവാർഡ്. ഗൈസ്, സൈഡിൽ നിങ്ങൾക്ക് റാങ്ക് പറ്റി ട്രെയിനർ ഷോപ്പൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് മുകളിൽ നോക്കുക ഗൈസ്, 12.21p ആണ് ഗൈസ്, 12.21p. ഓക്കെ, അത് നമുക്ക് സ്റ്റാമിന കൂട്ടാം. ഇങ്ങനെ നമുക്ക് ഡയമണ്ട് കിങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ മാറ്റാം. ഓക്കെ, തുടക്കത്തിലൊക്കെ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഗൈസ്. തുടക്കത്തിലൊക്കെ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് കുറേ നേരം ഇരുന്നാണ് ഈ മസിലൊക്കെ ബിൽഡ് ചെയ്തത്. അതായത് ഈ പെറ്റുകൾ അധികമൊന്നും നല്ല റയർ പെറ്റ് കിട്ടാത്തതുകൊണ്ട് ഗൈസ്, അധികം റയർ പെറ്റുകളൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ നല്ലോണം മസിൽ ബിൽഡ് ചെയ്ത് ഇവിടെ വരെ എത്തിയത് ഗൈസ്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഈസിയായി. പിന്നെ ആഡ് കണ്ട നമുക്ക് കുറച്ചും കൂടി കിട്ടണ്ട. ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു ഗൈസ്. 140 ബില്യൺ ആക്കിയാലേ നമുക്ക് അടുത്ത റാങ്ക് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഈ മസിലൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ആണ് ഞാൻ ആദ്യമൊക്കെ ഇത് ചെയ്തിരുന്നത്. ഓക്കെ, കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ അത് ചെയ്തിരുന്നത്. ഓക്കെ, ആദ്യമൊക്കെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യാം. ഗൈസ്, ആരോ ഹായ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, റിപ്ലൈ കൊടുക്കാം.
എന്ത് ഭാഷ പറയണത് എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് അയാളുടെ ഭാഷ മനസ്സിലാവില്ല കേട്ടോ. അയാളെന്തോ പെറ്റിനെ തരണമെന്ന് ചോദിക്കണത്, എനിക്ക് അറിഞ്ഞൂടെ എന്തിട്ട്. ആൾ നമ്മളോട് പെറ്റിനെ തരണമെന്ന് ചോദിക്കണതൊക്കെ സംതിങ് ഗുഡ് പെറ്റിനെ തരണമെന്ന് ചോദിക്കണത്. എനിക്ക് 64K പെറ്റിനെ കൊടുക്കാം, പക്ഷെ അതെങ്ങനെ കൊടുക്കും? നമുക്ക് ട്രേഡ് ചെയ്താക്കാം കേട്ടോ. നമ്മൾ നമ്മുടെ പെറ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള 2 പേര് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അൺലോക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഗൈസ്. പുള്ളിക്ക് നമ്മുടെ കയ്യിലുള്ള പറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഹിന്ദിക്കാരനാണെന്നോ ഗൈസ്. എന്തോ കുച്ച ആപ്തി എന്തൊക്കെയോ പറയണം. എനിക്കാളുടെ ഭാഷ മനസ്സിലാകുന്ന ഇപ്പോൾ പുള്ളി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത്. ഇന്ത്യയിൽ അധികം പറ്റി ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഷാർക്കിനെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ അത് ആക്ച്വലി ലോക്ക് ചെയ്തു. നമുക്ക് ഷാർക്കിൻ്റെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു ലോക്കിൻ്റെ ചിഹ്നം. ഞാൻ അറിയാതെ അവിടെ ഞെക്കി മണ്ടത്തരം കാണിച്ചു. ഗൈസ് കുറച്ചും കൂടി ഉള്ളൂ. ഓക്കെ, 133 ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാമിന എടുത്ത് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് അപ്പ് ആവാൻ പറ്റും കേട്ടോ. 95.41% കംപ്ലീറ്റ് ആയിട്ട്. അടിയിൽ കാണുന്ന ഗ്രീൻ ലൈൻ പെർസെൻറ്റേജ് കേട്ടോ.
മുകളിൽ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാമിനയുടെ ലെവലാണ്. സോ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഗൈസ്, നിങ്ങൾ വീഡിയോസ് കാണണ്ടെങ്കിലും വ്യൂസ് കുറവാണ്. നിങ്ങൾ സബ് ചെയ്യണില്ല, ലൈക്ക് ചെയ്യണില്ല, ഷെയറും ചെയ്യണില്ല, കമൻറ്റും ചെയ്യണില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടാണ് ഗൈസ് വീഡിയോ ചെയ്യണത്, എന്നിട്ട് നിങ്ങൾ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബും ചെയ്യണില്ല. ഓക്കെ, ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഇതിൽ, പക്ഷേ അതിൻ്റെ ഇത് കാണിക്കണില്ല. ഓക്കെ, ബിക്കോസ് എൻ്റെ ചാനലിൽ അധികം വീഡിയോസൊന്നും ഇല്ല. ടോട്ടൽ ഇപ്പോൾ ഒരു 13 വീഡിയോസൊക്കെ ആയിട്ടുണ്ടാവണം. ഓക്കെ ഗൈസ്, നമുക്ക് റാങ്ക് അപ്പ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, മുകളിൽ ചെസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും 9.3.1 ട്രില്യൺ, ആപ്സ് 925.1 ട്രില്യൺ, ബാക്ക് 922.9 ട്രില്യൺ, 940.6 ട്രില്യൺ ആംസ്, ലെക്സ് 911.3 ട്രില്യൺ. നമുക്ക് 2 സ്പിന്ന് കിട്ടിയിട്ടുണ്ട്, നമ്മളതിപ്പോൾ ചെയ്യുന്നില്ല. ഇനി അത് ചെയ്യാൻ പോയാൽ നമുക്ക് ഇത് ബഗ് ചെയ്യും. ബഗ് നമുക്ക് 136 ആയിട്ടുണ്ട് കേട്ടോ. 97.43% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് റാങ്ക് അപ്പ് ചെയ്തതിന് ശേഷം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, വേറെ ആരും കോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ സ്പാം കോളായിരിക്കാം. ഗൈസ്, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ അൺനോൺ നമ്പറിൽ കോൾ വന്നാൽ നിങ്ങൾ ഒരിക്കലും അത് അറ്റൻഡ് ചെയ്യരുത്. ഓക്കെ, ചിലപ്പോൾ വല്ല സ്പാം കോളായിരിക്കാം, വല്ല പരിചയം നമ്മൾ നിങ്ങൾക്ക് മെസ്സേജൊക്കെ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളതൊന്നും റിപ്ലൈ കൊടുക്കാൻ പോകരുത്. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരെ ഹാക്കാവും, അങ്ങനെ നിങ്ങളുടെ ഫോണൊക്കെ ഒരു ഹാക്കാവും. ഓക്കെ, നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നാൽ നിങ്ങൾ ഒരിക്കലും അതിന് അറ്റൻഡ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് അഥവാ അത് ആരാണെന്ന് അറിയണമെങ്കിൽ ട്രൂകോളർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ പോയിട്ട് നമ്പർ സെർച്ച് ചെയ്യുക. ഓക്കെ, അത് ആരുടെ നമ്പറാണെന്നപ്പോൾ മനസ്സിലാവും. ഓക്കെ, അതല്ലാതെ നിങ്ങൾ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. അറ്റൻഡ് ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ പൈസ മൊത്തം പോകും. ഓക്കെ, അവർ ഹാക്ക് ചെയ്തെടുക്കും. പിന്നെ ഓമ്പി കുത്തിയ മാതിരി കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ചും കൂടി കഴിഞ്ഞാൽ കഴിയും. ഓക്കെ, 140 ആവാറായിട്ടുണ്ട്. ഓക്കെ, സിപ്പാവും. ഓക്കെ, ഇപ്പാവും. ഓക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഡയമൺ കിങ്ങിലോട്ട് റാങ്ക് അപ്പ് ആവാം. യെസ് ഗൈസ്, നമ്മളിപ്പോൾ ഡയമൺ കിങ് ആണ്. ഇനി 440 മില്യൺ ആക്കണം നമുക്ക് സ്റ്റാമിന. മുകളിൽ എല്ലാം 900-ന് മേലാണ് കിടക്കുന്നത്, അതുകൊണ്ട് അത് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി സ്റ്റാമിന മാത്രം ട്രെയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ വീഡിയോക്ക് നല്ല ലെങ്ത്ത് കൂടിയൊക്കെ ഗൈസ്. അപ്പോൾ ഈ സ്പിൻ ചെയ്തിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
അപ്പോൾ ഗൈസ് നമ്മൾ ജിം സ്റ്റാർ സിമുലേറ്ററിൻ്റെ വേറെ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും ഗുഡ് ബൈ.